ജന്മനാലുള്ള അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാവുന്ന എന്തെങ്കിലും അപകടങ്ങൾ കൊണ്ടോ മറ്റ് അസുഖങ്ങൾ കൊണ്ടോ ഒക്കെ ഡെവലപ്മെന്റിൽ, അതായത് വളർച്ചയിൽ തടസ്സങ്ങൾ നേരിടുന്ന കുട്ടികളുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന തെറാപ്പിയും ട്രീറ്റ്മെന്റും ഒക്കെ ഉൾച്ചേരുന്ന ഒരു കാര്യമാണ് പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ. ഒക്യുപേഷണൽ തെറാപ്പി എന്ന കാര്യം ഈ പീഡിയാട്രിക് റീഹാബിലിറ്റേഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന് ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും, അവരുടെ വളർച്ചയ്ക്ക് സഹായകരമാകുന്ന എന്തെല്ലാം തെറാപ്പി രീതികളാണ് ഉള്ളത്, അതിനെക്കുറിച്ചെല്ലാം നമ്മളുടെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് മിസ് ഗിഫ്റ്റി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നമസ്കാരം, ഞാൻ ഗിഫ്റ്റി ആൻഡ് മാത്യു, രാജഗിരി ഹോസ്പിറ്റലിലെ സീനിയർ ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് പീഡിയാട്രിക് റീഹാബിലിറ്റേഷനെ കുറിച്ചാണ്. യൂഷ്വലി ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു ചോദ്യമാണ്, പിള്ളേർക്ക് എന്ത് ഒക്യുപേഷൻ ഇരുന്നിട്ടാണ് നിങ്ങൾ ഒക്യുപേഷൻ തെറപ്പി പിള്ളേർക്ക് കൊടുക്കുന്നത് എന്ന്. പിള്ളേർക്ക് സർട്ടൻലി ഒരു ഒക്യുപേഷൻ ഉണ്ട്, അതായത് വേലകളുണ്ട്. അവർ ഓരോ വയസ്സിനനുസരിച്ച് ഓരോ മാസങ്ങൾ അവരുടെ എത്രയാണ് പ്രായം അതനുസരിച്ച് അവർ ചെയ്യേണ്ട കുറേ കർത്തവ്യങ്ങളുണ്ട്. അത് ഫോർ എക്സാമ്പിൾ, കുഞ്ഞിന് 3 മാസമാകുമ്പോൾ തല ഉയർത്തി പിടിക്കണം, തല ഉറച്ചിരിക്കണം, 6 മാസമാകുമ്പോൾ കമന്ന് വീണ് റോൾ ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ പല പല ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയം അവന് വിശക്കുകയാണെങ്കിൽ അറിയിക്കാൻ പറ്റണം, കൊടുക്കുന്ന ഫുഡ് നല്ലതായിട്ട് കഴിക്കാൻ പറ്റണം, ചൂ ചെയ്യാൻ പറ്റണം, സക്ക് ചെയ്യാൻ പറ്റണം, അമ്മയുടെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ, ആസ്പിറേഷൻസ് ഒന്നും ഇല്ലാതെ കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റണം. ഇങ്ങനെ കുറേ കർത്തവ്യങ്ങളുണ്ട് കുഞ്ഞ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കർത്തവ്യങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ സമയാസമയത്തിന് അവനായിട്ട് ചെയ്യേണ്ട മൂട്ട് നിൽക്കുന്നത് അല്ല നടക്കുന്നത് ഇതൊന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിൻ്റെ സഹായം എപ്പോഴും തേടാവുന്നതാണ്. പൊതുവെ ഒക്യുപേഷൻ തെറപ്പിക്ക് സേവനം ആവശ്യപ്പെട്ട് വരുന്ന കുറച്ച് കുഞ്ഞുങ്ങളുണ്ട്. അവരുടെ കുറച്ച് ഡയഗ്നോസിസുകൾ പറയാം. അപസ്മാരം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും, കാരണം പഠന വൈകല്യം, ഓട്ടിസം, പിന്നെ സെൻസറി ഇഷ്യൂസ്, ഇന്ദ്രിയ സംബന്ധമായ പ്രശ്നങ്ങൾ, പിന്നെ ജനിതക വൈകല്യങ്ങൾ, പിന്നെ കുറച്ച് ഡിലേ ആയിട്ട് വരുന്നത്, അതായത് ഒരു നടക്കാനും നിൽക്കാനും ഒക്കെ കുറച്ച് അധികം നാളുകൾ എടുക്കുന്നു, അല്ലെങ്കിൽ 1 വയസ്സായിട്ടും കുഞ്ഞ് മുട്ടക്ക് വരെ കുത്തിയിട്ടില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം വരുന്ന, അങ്ങനെ വളരെ അധികം ഡയഗ്നോസുകളുണ്ട്. എല്ലാം പറയാൻ പറ്റാത്തത് കാരണം വളരെ ചുരുക്കമാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെല്ലാം ഒക്യുപേഷൻ തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് വരാറുണ്ട്. ഇനി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് കൊടുക്കുക, അതാണ് ഞാൻ ഇനിയിപ്പോൾ വിവരിക്കാൻ പോകുന്നത്. യൂഷ്വലി ഇന്ദ്രിയ സംബന്ധമായി വരുന്ന പ്രശ്നങ്ങൾക്ക് നമ്മൾ ആദ്യം തന്നെ അപ്പനോടും അമ്മയോടും, ആരാണോ കുഞ്ഞിനെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെ, അവർക്കൊരു ക്വസ്റ്റ്യനെയർ കൊടുത്തിട്ട് അവരുടെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കും. ആ മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മളൊരു കൺക്ലൂഷനിലെത്തും, എന്തൊക്കെ സെൻസറി പ്രോബ്ലംസ് ആണുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ബിഹേവിയർ പ്രോബ്ലംസ് ആണ് കുഞ്ഞിനുണ്ടാകുന്നത്, എന്തൊക്കെയാണ് ട്രിഗർ ചെയ്യുന്നത് ഈ ഒരു ബിഹേവിയറിനെ എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കും. അത് കഴിഞ്ഞിട്ട് ഒരു ഒബ്സർവേഷൻ ഉണ്ടാവും. കുഞ്ഞ് എങ്ങനെയാണ് കളിക്കുന്നത്, ഇങ്ങനെ ഒരു റൂമിലോട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞ് എങ്ങനെയാണ് കളിക്കുന്നത്, എങ്ങനെയാണ് വെളിയിലത്തെ ഒരു എൻവയോൺമെന്റിൽ ഉണ്ടാകുക, സ്കൂളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇതെല്ലാം ഇനീഷ്യൽ അസസ്മെന്റ് നടക്കുന്നതാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റിലോട്ട് കയറുന്നത്. ഇനി യൂസ് ചെയ്യുന്ന ചികിത്സാ രീതികൾ, ട്രീറ്റ്മെന്റ് മെത്തേഡ്സ്, അത് ഒന്ന് സെൻസറി ഇന്റഗ്രേഷൻ ആണ്, ഇന്ദ്രിയ സമാകലനം എന്ന് പറയും. ചില കുട്ടികൾക്ക് കുറേ നേരം ചാടിക്കൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്, അവർ നിർത്താതെ ചാടുന്നത് ചില പേരൻസ് ഒന്ന് പറയുന്ന കംപ്ലയിൻസ് ആണ്. അപ്പോൾ അവർക്ക് വെസ്റ്റിബുലർ ഹൈപ്പോ സെൻസിറ്റീവ് എന്ന് ഞങ്ങൾ പറയും. അപ്പം അതിനെ ഒന്ന് ആ വെസ്റ്റിബുലർ സെൻസേഷനെ ഒന്ന് ബാലൻസ് ചെയ്യിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അവർക്ക് അത് കൊടുക്കാതെ നമ്മളൊരു കാര്യം പഠിപ്പിക്കാൻ എഴുതി കഴിഞ്ഞാൽ അവർ ഇരിക്കണമെന്നില്ല. അപ്പോൾ ആദ്യം അവർ കുഞ്ഞിൻ്റെ റൂട്ട് കോസ് പ്രോബ്ലം എന്താണോ അത് മാറ്റാനുള്ള ചികിത്സാ രീതി ആയിരിക്കും ആദ്യം കൊടുക്കുക. അത് കഴിഞ്ഞിട്ടായിരിക്കും കുഞ്ഞിന് ലേണിംഗ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. ഇങ്ങനെയാണ് യൂഷ്വലി ഒരു ഒക്യുപേഷൻ തെറപ്പിസ്റ്റ് പീഡിയാട്രിക് റീഹാബിലിറ്റേഷന് വർക്ക് ചെയ്യുന്നത്. ഇനി ഡെവലപ്മെന്റൽ ഡിലേസ്, ഫിസിക്കലി ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങളെ ഒബ്വിയസ്ലി ഒരു ഫിസിയോതെറപ്പിസ്റ്റ് കാണുന്നതായിരിക്കും. അവർക്കുള്ള സ്ട്രെച്ചിങ്, സ്ട്രെങ്തനിങ്, എന്തൊക്കെ വീക്ക്നെസ്സുകളാണ് ഫിസിക്കലി ഉള്ളത് എന്നുള്ള എല്ലാം മനസ്സിലാക്കി ഞങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യും. ഫിസിയോതെറപ്പിസ്റ്റും ഒക്യുപേഷൻ തെറപ്പിസ്റ്റും സ്പീച്ച് തെറപ്പിസ്റ്റുമായിട്ടും ഫിസിയാട്രിസ്റ്റുമായിട്ടും എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കുഞ്ഞിന് എന്തൊക്കെയാണ് സോഷ്യൽ ഇമോഷണൽ പ്രോബ്ലംസ്, അവരുടെ ദിനചര്യകൾ ചെയ്യാനായിട്ട്, കുഞ്ഞ് എഴുന്നേറ്റ് പാല് കുടിക്കുന്നില്ല ഇന്ന സമയത്ത്, ഇല്ലെങ്കിൽ ആക്റ്റീവ് അല്ല, കളിക്കുന്നില്ല, വേറെ കുഞ്ഞുങ്ങൾ കളിക്കുമ്പോൾ നോക്കുന്നില്ല, ഇങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം കാണാം. അപ്പോൾ അതിനെന്താണ് റൂട്ട് കോസ് ഉണ്ടാകുന്നത്, അതിനുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കും ഒക്യുപേഷൻ തെറപ്പിസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് കുറച്ച് എക്യുപ്മെന്റ്സ് ആണ് ഒക്യുപേഷൻ തെറപ്പിക്ക് യൂസ് ചെയ്യുന്നതിൽ. ഇതിപ്പം ഒരു ഷേപ്പ് സോർട്ടറിംഗ് ബോക്സ് ആണ്. ഇത് യൂഷ്വലി ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റീസിന് കൊടുക്കാവുന്നതാണ്. ഇതൊരു വലിയ സ്റ്റാൻഡാണ്, അതിൽ പല ഷേപ്സ് ഉണ്ട്. ബേസിക് ഷേപ്സ് മാത്രമേ ഉള്ളൂ ഇതിൽ.
അത് കുഞ്ഞിനെ ഷേപ്പ് പഠിപ്പിക്കാൻ, അതുപോലെ തന്നെ പ്രോപ്രിയോസെപ്ഷൻ, നമ്മുടെ ജോയിന്റ് പൊസിഷൻ സെൻസ് ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് കുറച്ച് വെയിറ്റ് ഉള്ള സാധനങ്ങൾ എപ്പോഴും നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ ഷേപ്പ് സോർട്ടിംഗ് സ്റ്റാൻഡ്. പിന്നെ ഉള്ളത് ഇതൊരു ആക്ടിവിറ്റി ഒരു ബോർഡാണ്. ഇത് ഷോൾഡറിന് ഇഷ്യൂസ് ഉണ്ടായി വരുന്ന കുഞ്ഞുങ്ങൾ, കൈ പൊക്കുന്നില്ല, തലയ്ക്ക് മുകളിലോട്ട് കൈ പൊക്കുന്നില്ല, കളറുകൾ മനസ്സിലാകുന്നില്ല, ഇങ്ങനെയുള്ള കുറഞ്ഞ പ്രോബ്ലംസിനെല്ലാം നമ്മൾ ഇതിനകത്തുള്ള ആക്ടിവിറ്റീസ് കൊടുക്കുന്നതാണ്. കുഞ്ഞിനെ മുട്ടുകുത്തി നിർത്തിയോ അല്ലെങ്കിൽ ഇരുന്നോ നിന്നോ കുഞ്ഞിന്റെ ഹൈറ്റ് അനുസരിച്ച് എത്ര വരെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്തിട്ടുണ്ടോ ആ അച്ചീവ്മെന്റ് അനുസരിച്ച് ആ പൊസിഷനിൽ നിന്നിട്ട് ഹാൻഡ് ആക്ടിവിറ്റീസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ഉള്ളത്. ലെഫ്റ്റ് റൈറ്റ് ഒക്കെ പഠിപ്പിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ടൈം കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ടാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇത് കളർ സോർട്ടിങ്, കോഗ്നിറ്റീവ് ആക്ടിവിറ്റീസിനകത്ത് ഉള്ള ഒരെണ്ണമാണ്. കളറുകൾ മനസ്സിലാക്കാനായിട്ട്, കുഞ്ഞുങ്ങൾക്ക് കളറുകൾ വേർതിരിച്ച് മനസ്സിലാക്കാനായിട്ട്, അത് മാച്ച് ചെയ്യാനായിട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. ഇതേ കളറിലുള്ള ബോർഡുകൾ കൊടുക്കും, ഏതിനകത്താണോ അത് മാച്ച് ചെയ്തുകൊണ്ട് അതിനകത്ത് ഇടണം. ഇനി ഇതൊരു ആക്ടിവിറ്റി ബോർഡ് സ്റ്റാൻഡാണ്. ഇതിനകത്ത് കോഗ്നിറ്റീവ് ഉണ്ട്, ഹാൻഡിനുള്ളതുണ്ട്. അത് ഓരോ കുഞ്ഞുങ്ങളുടെ നീഡ് അനുസരിച്ചായിരിക്കും. ഫോർ എക്സാമ്പിൾ ഹാൻഡിന് വീക്ക്നെസ് ഉള്ള, കൈക്ക് വീക്ക്നെസ് ഉള്ള കുഞ്ഞുങ്ങൾ വരികയാണെങ്കിൽ ചിലർക്ക് ഹാൻഡ് റൈറ്റിംഗ് ഇഷ്യൂസ് കാണും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം വന്നു കഴിയുമ്പോൾ അവർക്ക് സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസ് കൊടുക്കാനായിട്ടാണ് ഇത് പവർ ക്ലബ് എന്ന് പറയും. നമ്മുടെ കൈകൾ ഉള്ളിലോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരുന്നോ നിന്നോ മുട്ടുകുത്തിയോ എങ്ങനെ വേണമെങ്കിലും കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഇത് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ക്ലോത്ത് ക്ലിപ്സ് ആണ്. ഇതൊക്കെ പല ഷേപ്പിലുള്ളതാണ്. പെൻസിൽ ഗ്രാസ്പ് ഉണ്ടാകാനായിട്ട് എനിക്ക് 3 വിരലുകളുടെ ആവശ്യം ഒത്തിരിയാണ്. അപ്പം യൂഷ്വലി പിള്ളേരുടെ ഗ്രാസ്പ് വേറെ രീതിയിലായിരിക്കും, ഇങ്ങനെയായിരിക്കും പിടിക്കുന്നത്, അല്ലെ ചിലർ ഇങ്ങനെ ഈ സൈഡിലായിരിക്കും, അല്ലെ മൊത്തം വിരലും കൊണ്ടായിരിക്കും പിടിക്കുന്നത്. അപ്പം നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ആക്ടിവിറ്റീസിൽ കുറച്ച് സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ക്ലോത്ത് ക്ലിപ്പുകൾ യൂസ് ചെയ്യുന്നതാണ്. ഇനി ഇതൊരു മെയിൻസ് ആക്ടിവിറ്റിയാണ്. ഇത് പെൻസിൽ ഗ്രാസ്പ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ വിഷ്വൽ മോട്ടർ ഇൻ്റഗ്രേഷൻ, നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച വെച്ച് കോർഡിനേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതും ടൈം കോൺസെപ്റ്റ് ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ടാണ് ഈ ആക്ടിവിറ്റി കൊടുക്കുക. ഇത് ഗ്രൂപ്പായിട്ട് ചെയ്യിപ്പിക്കാവുന്ന ആക്ടിവിറ്റീസ് ഉള്ള അബാക്കസ് മോഡലിലുള്ള ഒരെണ്ണമാണ്. ഈ കുഞ്ഞുങ്ങൾ വരുമ്പോൾ അവർക്ക് ദിനചര്യയിൽ അവർ ഡ്രസ്സ് ചെയ്യുന്നത്, സ്വിച്ച് ഇടുന്നത്, ഒരു ലോക്ക് തുറക്കുന്നത്, ഇതിലെല്ലാം കൺഫ്യൂഷനുള്ള പിള്ളേരാണ്. ഓട്ടിസം പിള്ളേർക്കൊക്കെ അത് പഠിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഐ കോൺടാക്ട് പോലും മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഡെയിലി ആക്ടിവിറ്റീസ്, ഇപ്പോൾ സ്വയമായിട്ട് ഡ്രസ്സ് ചെയ്യുന്നത്, ഒരു സാധനം കണ്ടാൽ അതിൻ്റെ ഉപയോഗം മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിപ്പിക്കുന്ന, ഒരു സ്വിച്ച് കണ്ടാൽ ഏതിൻ്റെ സ്വിച്ചാണെന്ന് മനസ്സിലാക്കി ഇടുന്നത്, ഇതിനെല്ലാം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു ബേസിക് മോഡലാണ് കാണിച്ചേക്കുന്നത്. ഇത് സിബ് ബട്ടൺസ് പല ഷേപ്പുകളിലുള്ളത്, പല ഗ്രാസ്പുകൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊരു ഹുക്ക് ഉണ്ട്, പിന്നെ സ്വിച്ച് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു മെയ്സ് ആണ്, മിസ്സിംഗ് ലെറ്റർ കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഏത് മിസ്സിംഗ് ലെറ്റർ ആണെന്നൊക്കെ ഉള്ളത്. ഇപ്പം ഡിസ്ലെക്സിക് കിഡ്സ് വരിക, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കിഡ്സിനൊക്കെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നതാണ്. അത് അവർ ഇത് വെറുതെ നിന്ന് മാത്രം ചെയ്യാനല്ല, അറ്റ് ദ സെയിം ടൈം വേറെ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷനോടുകൂടി തന്നെയായിരിക്കും ഞങ്ങളിത് കൊടുക്കുന്നത്. ഡിപ്പെൻസ്, അത് ഓരോ കുഞ്ഞുങ്ങളുടെ അറ്റൻഷൻ എത്രമാത്രം, അറ്റൻഷൻ സ്പാന് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുന്നത്. യൂഷ്വലി നമ്മളെല്ലാവരും ഒരു പാർക്കിൽ പോകുമ്പോൾ കാണുന്ന ഒരു സെറ്റപ്പാണ് ഇങ്ങനത്തെ ടൈപ്പ്, അല്ലേ? ചില കുഞ്ഞുങ്ങൾക്ക് പൊക്കത്തു നിന്ന് താഴോട്ട് നോക്കുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ട്, ഗ്രാവിറ്റേഷൻ ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയാം അതിന്. ഓട്ടിസം, സെൻസറി ഇഷ്യൂസ്, ലേണിംഗ് ഡിസബിലിറ്റി, അതുപോലെ തന്നെ ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് അവർക്ക് റിഫ്ലക്സുകൾ വളരെയധികമാകും, പ്രിമിറ്റീവ് റിഫ്ലക്സുകളെല്ലാം തിരിച്ചു വരുന്നതാണ്. അപ്പം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് കൊടുത്തു കഴിഞ്ഞാൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ്സ് കാണിക്കാവുന്നതാണ്. ഇപ്പം ഇതൊരു ലാഡറാണ്. ഈ ലാഡറിനെ ചവിട്ടി കയറുന്നതിന് നമുക്ക് ഓൾട്ടർനേറ്റ് ആയിട്ട് കൈയും കാലും വെക്കണം. ആ ഒരു ഇന്റഗ്രേഷൻ അവർക്കുണ്ടായിരിക്കണം എന്നില്ല കുഞ്ഞുങ്ങൾക്ക്. അങ്ങനെ ഇല്ലാത്തത് ബൈലാറ്റർ 2 സൈഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് ഓൾട്ടർനേറ്റ് ആയിട്ട് കാലും കൈ എടുത്ത് വെക്കാനും, അതേസമയം തന്നെ ഷോൾഡറിന് നല്ല സ്ട്രെങ്ത് വേണം, കാല് ഓരോന്നായിട്ട് അതിനനുസരിച്ച് ഓൾട്ടർനേറ്റ് ആയിട്ട് എടുത്തു വെക്കാനുള്ള അറിവും വേണം. അപ്പോൾ അതിനെല്ലാം ഇംപ്രൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് വളരെയധികം നല്ലതാണ്. ഇന്ദ്രിയ സമാധാനത്തിന് ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആണ് ഇതെല്ലാം. ചില കുഞ്ഞുങ്ങൾക്ക് കറങ്ങാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ വളരെയധികം കറക്കങ്ങൾ വേണം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വെസ്റ്റിബുലാർ സ്റ്റിമുലേഷൻ, അല്ലെങ്കിൽ വെസ്റ്റിബുലാർ ഹൈപ്പർ ആയിട്ടുള്ളവരെ ഹൈപ്പോ അതായത് കുറയ്ക്കാനായിട്ട്, ബാലൻസ് ചെയ്യിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ്, അതിനെല്ലാം ഉപയോഗിക്കുന്ന വിവിധ തരത്തിലുള്ള സ്വിങ്സ് ആണ് ഇതെല്ലാം. ഇതിനെ ട്വിസ്റ്റിംഗ് എന്ന് പറയും. ഇതൊരു സാധാരണ ബ്രോഡായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം സ്വിങ് ആണ്. അതൊരു ബോൾസ്റ്റർ സ്വിങ് ആണ്. ചില കുഞ്ഞുങ്ങൾക്ക് ചില പൊസിഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ കാമിങ് ആയിരിക്കും, അതേസമയം ചിലർക്ക് ചില പൊസിഷനിൽ ഭയങ്കര ഹൈപ്പർ വരിക, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കരച്ചിലായിരിക്കും. ചിലർക്ക് കാറിൽ പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും, യാത്രകൾ പാടായിരിക്കും, ഒരു സ്റ്റെപ്പ് കയറാൻ പോലും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്, പെട്ടെന്ന് കരയുകയും സ്റ്റെപ്പ് കയറിയാൽ തന്നെ കൺഫ്യൂഷൻ കാണിക്കുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ചേഞ്ചസ് നമുക്ക് കാണാവുന്നതാണ്. ഇതൊരു ബോൾ പിറ്റ് ആണ്.
ഇപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് ചില ഷർട്ടുകൾ ഇടാൻ പറ്റത്തില്ല. ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾക്ക് മിക്കവാറും ചില ഷർട്ടുകളെ പറ്റത്തുള്ളൂ, ചില ക്ലോത്തിങ്സ് ഇഷ്ടമില്ല, ചില ടെക്സ്റ്റേഴ്സ് ഇഷ്ടമല്ല, ചില തരത്തിലുള്ള ഫുഡേ കഴിക്കത്തുള്ളൂ. ഇങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർ വന്നു കഴിയുമ്പോൾ ടാക്ടൈൽ ഇഷ്യൂസ്, അതായത് തൊടുന്നതിലുള്ള ഇഷ്യൂസ് ഉള്ള കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ബോൾ പിറ്റിനകത്തോട്ട് കിടത്തി അതിനകത്തുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് നമ്മൾ ചെയ്യിപ്പിക്കും. ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവരുടെ പേരൻസിന് കുറച്ച് ആക്ടിവിറ്റീസ് ഇതിൻ്റെ സൈഡിലിരുന്ന് ചെയ്യിക്കാനായിട്ട് കൊടുക്കും. പിന്നെ കളർ കോൺസെപ്റ്റ് ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ട് ഇപ്പം അതിനെല്ലാം ഈ ബോൾ പിറ്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഈ കാണുന്ന ലാഡേഴ്സും നമ്മൾ വെസ്റ്റിബുലർ സെൻസേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ പ്രോപ്രിയോസെപ്ഷൻ, അതായത് ജോയിന്റിന്റെ പൊസിഷൻ സെൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാനൊക്കെ ഒത്തിരി അധികം ഉപയോഗപ്പെടുത്താവുന്ന ലാഡേഴ്സ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് ഓരോ പ്രയോറിറ്റീസ് ആയിരിക്കും, ചിലതിനോടായിരിക്കും കൂടുതൽ താല്പര്യം. അപ്പം നമ്മൾ വിവിധ തരത്തിലുള്ള ലാഡേഴ്സ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും തെറപ്പിയിലും. ഈ കാണുന്നത് ഒരു ട്രാംപോലിനാണ്. ഇതിൽ കുഞ്ഞുങ്ങളെ നിർത്തിയിട്ട് ചാടിപ്പിക്കും. നമുക്ക് പല ഹൈറ്റിൽ ചടിപ്പിക്കുക, അല്ലെങ്കിൽ കാല് വിടർത്തി വെച്ച് ചടിപ്പിക്കുക, അങ്ങനെ പല പല ആക്ടിവിറ്റീസ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. ഇത് മെയിൻലി നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒത്തിരി മൂവ്മെന്റിന് വേണ്ടി സീക്ക് ചെയ്യുന്നവർ, മൂവ്മെന്റ്സ് ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ മൂവ്മെന്റ്സ് ഇഷ്ടമില്ലാത്ത അങ്ങനെ കുറേ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ആ ഒരു ഇന്ദ്രിയ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അത് ഇതിൽ പിടിച്ചുകൊണ്ടും പിടിക്കാതെയും എല്ലാം കൊടുക്കാനായിട്ടാണ് ഈ സ്റ്റാൻഡ് ഇവിടെ ഉള്ളത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ആക്ടിവിറ്റീസും കൊടുക്കാനായിട്ടാണ് ഈ ബോർഡ് ഉള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എല്ലാം കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ഈ കാലിങ്ങനെ വെക്കുക, കൈ ഇങ്ങനെ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകണമെന്നില്ല. അവർക്കൊരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ, വിഷ്വൽ ഫീഡ്ബാക്ക്, അതായത് ഒരു മിററിൽ കൂടെ കാണുകയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് അറിയാൻ പറ്റും. ചില കുഞ്ഞുങ്ങൾക്ക് മിററിൽ നോക്കി ചെയ്യുന്നത് വളരെ ഇഷ്ടമാണ്. ഗ്രോസ് ഡെവലപ്മെന്റൽ ഡിലേ, സമയത്തിന് നിൽക്കാനും നടക്കാനും മുട്ട നടക്കാനും ഒക്കെ താമസം കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെന്റിന് കൊടുക്കുമ്പം ന്യൂറോ ഡെവലപ്മെന്റൽ ട്രീറ്റ്മെന്റ് ആണ് യൂഷ്വലി കൊടുക്കുന്നത്. അത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മിറർ നോക്കി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾ വളരെയധികം കോപ്പറേറ്റീവാണ് തെറപ്പിസ്റ്റിനോട്. അതുപോലെ തന്നെ ബോഡി പാർട്സ് പഠിപ്പിക്കാനും ഒക്കെ ഈ മിറർ യൂസ് ചെയ്യുന്നതാണ്. ഇത് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ലാഡറാണ്. ടെക്സ്ചർ ഡിഫറെന്റ് ആണ്, കയറാണ്. അത് കാല് ബ്രോഡായിട്ട് അതുപോലെ വെക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല. അപ്പം ഇതിനകത്തും കറക്റ്റായിട്ട് കാല് പ്ലേസ് ചെയ്യാനൊക്കെ ഒരു സെൻസേഷൻ നമുക്ക് വേണം. അതില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഇതിൽ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെക്സ്ചറുള്ള എൻവയോൺമെന്റിൽ കൊണ്ട് നടക്കാനൊക്കെ അവർക്ക് എളുപ്പമാകും. പിന്നെയുള്ളത് ഈ കാണുന്ന ടാക്ടൈൽ ബോർഡാണ്. യൂഷ്വലി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പലധികം ടെക്സ്റ്റേഴ്സ്, പല പ്രതലങ്ങളിൽ തൊടുന്നതിൽ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി വിരക്തി കാണിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഓട്ടിസം, സെൻസറി പ്രോസസ്സിംഗ് ഡിസോർഡേഴ്സ് ഉള്ള കുഞ്ഞുങ്ങൾ, അങ്ങനെ പലർക്കും ഇങ്ങനത്തെ ആവശ്യങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ പല പ്രതലങ്ങളിൽ തൊടാൻ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഒരു ടാക്ടൈൽ ബോർഡ് പിടിപ്പിച്ചേക്കുന്നത്. എല്ലാത്തിനും പല ടെക്സ്റ്റേഴ്സ് ആണ്. ചിലത് റഫ്, ചിലത് സ്മൂത്ത്, ചിലതിന് റഫ് റിഡ്ജസ് ഉണ്ടാകാം. അങ്ങനെ കുറേ ടെക്സ്റ്റേഴ്സ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ വീട്ടിലും ചെയ്യാവുന്ന രീതിയിലുള്ള എന്തൊക്കെ ടെക്സ്റ്റേഴ്സ് ഉപയോഗിക്കണം അതുപോലെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ച് ഒരു ഒക്യുപേഷൻ തെറപ്പിസ്റ്റ് അഡ്വൈസ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ കൂടെ കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ചേഞ്ചസ് ഉണ്ടാകും. കുഞ്ഞുങ്ങൾക്ക് ഒരു ചേഞ്ച് ഇൻ എൻവയോൺമെന്റ്, അതായത് വീടിന്റെ വെളിയിലോട്ട് ഇറങ്ങിയാലും വേറൊരു വീട്ടിൽ പോയാലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ചില പേരൻസ് മറ്റു വീടുകളിൽ പോകുന്നതും വിസിറ്റ് ചെയ്യുന്നതൊക്കെ നിർത്തും. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചു ഭയങ്കര കളച്ചിലായിരിക്കും, ആരോടും മിണ്ടത്തില്ല, ആ എൻവയോൺമെന്റേ ഇഷ്ടമില്ല. അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചേഞ്ചസ് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള പേരൻസിനെല്ലാം ആദ്യം തന്നെ ഒരു പീഡിയാട്രീഷ്യനെ കാണുക, എന്താണ് റീസൺ എന്നുള്ളത് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഒക്യുപേഷൻ തെറപ്പിസ്റ്റിനെ കാണുക. അതിനുള്ള ചികിത്സാ രീതികൾ അപ്പോൾ അവർ തന്നെ പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ, അതായത് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള പക്വതയായിട്ടില്ല, അല്ലെങ്കിൽ വളർച്ചയായിട്ടില്ല, അവർ കളിക്കുന്നില്ല, കഴിക്കുന്നില്ല, ടോയ്ലറ്റ് ട്രെയിൻഡ് ആയിട്ടില്ല, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു പീഡിയാട്രീഷ്യനെയോ ഫിസിയാട്രിസ്റ്റിനെയോ ആരെങ്കിലും കണ്ടിട്ട് ഒരു റെഫറലുമായിട്ട് എപ്പോഴും ഒരു ഒക്യുപേഷൻ തെറപ്പിസ്റ്റിൻ്റെ സേവനം നിങ്ങൾക്ക് നേടാവുന്നതാണ്. താങ്ക് യു. കുട്ടികളുടെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നൽകാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സാ രീതിയാണ് ഒക്യുപേഷണൽ തെറാപ്പി. ഫിസിയോതെറാപ്പിയിൽ കായികപരമായുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നുവെങ്കിൽ കുട്ടികളുടെ ബുദ്ധിപരമായ ഏകാഗ്രത, മെമ്മറി, ഈ വക കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുന്ന ഒക്യുപേഷണൽ തെറാപ്പി, അതിലുപയോഗിക്കുന്ന ഉപകരണങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ചെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. വരുന്ന കുറച്ച് വീഡിയോസിലും പീഡിയാട്രിക് റീഹാബിലിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.